ആ പെൺകുട്ടി മാരീഡ് ആണ്, ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ കാണാം, എന്തെങ്കിലും ഇഷ്യൂസ് കാണാം. അപ്പൊ ആ പെൺകുട്ടി മറ്റൊരാളുമായിട്ട് ഒരു ഇന്റിമസി സീക്ക് ചെയ്തതായിരിക്കാം, രാഹുലും അങ്ങനെ ഇന്റിമസി സീക്ക് ചെയ്തതായിരിക്കാം. ഇവരുടെ ഇടയിലുള്ള പ്രൈവറ്റ് മൊമെന്റ്സും പ്രൈവറ്റ് അഫെയറും ക്രിമിനലൈസ് ചെയ്യരുത്, പബ്ലിസൈസ് ചെയ്യരുത്. അത് കഴിയുന്നത്ര അവരുടെ ഇടയിൽ റിസോൾവ് ചെയ്ത് തീർക്കാനാണ് ഒരു മെച്വർ സമൂഹം ശ്രമിക്കേണ്ടത്. ഒറ്റ വരി കൂടെ പറയാം, ഇതിനെ രാഹുലിന്റെ അനുകൂലികൾ അല്ലെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ പ്ലാൻഡ് ഹണി ട്രാപ്പ് എന്ന് പറയും. അത് ശരിയല്ല. നേരെ തിരിച്ച് പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർ മുഴുവൻ ഇതെല്ലാം പീഡനമാണെന്ന് പറയും. അതും ശരിയല്ല. ഇപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് പീഡനമാണെന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഇത്രയും പിന്നെ കാശ് എന്തിനാണ് കൊടുത്തത്. ഇനി ഇത് ട്രാപ്പ് ആണെന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങനെയാണെങ്കിൽ രാഹുൽ എന്തിനാ സ്വീകരിച്ചതെന്ന് ചോദിക്കും. ഇപ്പം ഇത് ശരിക്കും ഇത് രണ്ട് സത്യമല്ല. പെട്ടെന്നൊരു കാര്യം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനും കൂടെ കണക്ട് ചെയ്യുന്നത് പറയാം. നമുക്കെല്ലാം ജീവിതത്തിൽ എയും ബിയും, അല്ലെങ്കിൽ ഞാനും ഒരു പെൺകുട്ടി അഫെയർ ഉണ്ടായിരിക്കട്ടെ, അഫെയർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഓടി നടന്ന് ഈ പെൺകുട്ടിയെ കുറിച്ച് ചീത്ത പറയും, പെൺകുട്ടി ഓടി നടന്ന് എന്നെ കുറിച്ച് ചീത്ത പറയും. ശ്രദ്ധിച്ചു കാണും.